ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായി നിങ്ങളെ ഏവരെയും വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 537 എപ്പിസോഡ് ആണ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഇന്നത്തെ ചിന്താവിഷയം സ്ത്രീ സുരക്ഷ. സ്ത്രീ സുരക്ഷ. ദിവസവും വചനം കേൾക്കുന്നവർക്ക്, വചനം വായിക്കുന്നവർക്ക്, വചനം ഗ്രഹിക്കുന്നവർക്ക് ദൈവ കൃപ ഉണ്ടാകും എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആയതിനാൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വചനം വായിക്കുകയും വചനം കേൾക്കുകയും വചനം ഗ്രഹിക്കുകയും ചെയ്യുന്നത് അനുഗ്രഹപ്രദമാകും എന്നുള്ള വിവരം ഓരോരുത്തരും നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആയതിനാൽ ദൈവം നമ്മളെല്ലാവരെയും അതിനായി ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയമായ സ്ത്രീ സുരക്ഷയിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. യേശു സ്ത്രീകൾക്ക് നൽകിയത് വിമോചനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും പ്രകാശമാണ്. പഴയ നിയമ പശ്ചാത്തലങ്ങളിലും പാലസ്തീൻ സാമൂഹിക ക്രമങ്ങളിലും സ്ത്രീകൾ അരക്ഷിതാവസ്ഥയും വിവിധതരം അവഹേളനകളും സഹിച്ചപ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും അംഗീകാരവും പ്രഖ്യാപിക്കുന്ന സമീപനമാണ് യേശു വെളിപ്പെടുത്തത്. യേശു സ്ത്രീകൾക്ക് സുരക്ഷിതത്വം പ്രഖ്യാപിക്കുന്നത് വഴി പുതിയ മാനവികതയുടെ സംസ്കാരം സൃഷ്ടിക്കുകയാണ്. ആൺകോയ്മയിൽ അധിഷ്ഠിതമായ യഹൂദ സംസ്കാരത്തിലാണ് യേശു പുരുഷനൊപ്പം സ്ത്രീക്കും പങ്കാളിത്തം നൽകിയത്. ദൈവരാജ്യത്തിൽ സ്ത്രീ പുരുഷ തുല്യതയിൽ കേന്ദ്രീകൃതമായ വ്യവസ്ഥിതികളെ കുറിച്ചുള്ള പഠനങ്ങൾക്ക് പ്രാരംഭമിട്ടു. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെട്ട ശിഷ്യ സമൂഹത്തെ യേശു ഉൾക്കൊണ്ടു. യേശുവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേർന്ന നിരവധി സ്ത്രീകളുടെ വിവരണങ്ങളുണ്ട്. മഗ്ദലന മറിയം ലൂക്കോസ് 8:2-3 വാക്യങ്ങൾ 23-49, മർക്കോസ് 15:40, മത്തായി 27:26, യോഹന്നാൻ 19:25. യാക്കോബിന്റെയും യോസയുടെയും അമ്മ മറിയ മത്തായി 27:55-56 വാക്യങ്ങൾ. യേശുവിൻ്റെ അമ്മ മറിയം സബദിപുത്രന്മാരുടെ അമ്മ മത്തായി 27:56, ശലോമി മർക്കോസ് 16:1, സഹോദരിമാരായ മാർത്തയും മറിയയും ലൂക്കോസ് 10:38, യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 11:1-44 വരെയുള്ള വേദഭാഗം. നൈനിലെ വിധവ ലൂക്കോസ് 7:11-17 വരെയുള്ള ഭാഗം. കൂനിയായ സ്ത്രീ ലൂക്കോസ് 13:10-17 വരെയുള്ള ഭാഗം. രക്തസ്രാവിക്കാരിയായ സ്ത്രീ ലൂക്കോസ് 8:40-48 വരെ. 2 ഇല്ലിക്കാശിട്ട വിധവ മർക്കോസ് 12:41-44 വരെ. ലൂക്കോസ് 21:1-4 വരെയുള്ള വേദഭാഗം. യേശുവിൻ്റെ സഹോദരികൾ മത്തായി 13:55. ശമരിയാക്കാരി സ്ത്രീ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 4:4-42 വരെയുള്ള ഭാഗം. വ്യഭിചാരക്കുറ്റം ചുമത്തപ്പെട്ട സ്ത്രീ യോഹന്നാൻ 8:1-11 വരെയുള്ള ഭാഗം. യേശുവിനെ പരിമളതൈലം പൂശിയ സ്ത്രീ ലൂക്കോസ് 7:47. ഇങ്ങനെ എത്ര വിവരണങ്ങളിൽ യേശുവിൻ്റെ ശുശ്രൂഷയിൽ സുവിശേഷങ്ങൾ സ്ത്രീകളിലൂടെ വെളിപ്പെടുന്നു. സ്ത്രീകളോടുള്ള സമീപനത്തിൽ വേർതിരിവോ വിവേചനമോ യേശു പുലർത്തിയില്ല. അവരുടെ അന്തസ്സും മഹത്വവും ഉൾക്കൊണ്ട് സുരക്ഷിതത്വം പകരുന്നു. അതിനാൽ പുരുഷ ശിഷ്യർ എല്ലാം കാൽവറിയിലെ ക്രൂശിന്റെ സമീപത്തു നിന്നും ഓടി അപ്രത്യക്ഷമായപ്പോഴും സ്ത്രീകളുടെ വലിയൊരു സമൂഹം സ്വന്തം സുരക്ഷിതത്വം വിസ്മരിച്ച് യേശുവിനെ പിന്തുടരുന്നു. കുരിശിൽ കിടക്കുന്ന യേശുവിനെ ദൂരത്തു നിന്നും നോക്കുവാനും മർക്കോസ് 15:40, കബറടങ്ങിയ സ്ഥലം കണ്ടെത്തുവാനും മർക്കോസ് 15:47, സുഗന്ധവർഗം വാങ്ങി സംസ്കാരത്തിൽ പങ്കുചേരുവാനും മർക്കോസ് 16:1 സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 12 ശിഷ്യരിൽ യോഹന്നാൻ ഒഴികെ എല്ലാവരും ചിതറിപ്പോയി. യേശു സ്ത്രീകളെ അംഗീകരിക്കുകയും സുരക്ഷിതത്വം പകരുകയും ചെയ്തപ്പോൾ സ്ത്രീകളും യേശുവിനെ അന്ത്യത്തോളം അനുഗമിച്ച് പീഡാനുഭവത്തിലും ഉയർപ്പിലും മുഖ്യ സാക്ഷികളായി. യഹൂദ സാമൂഹിക നടപടിക്രമങ്ങളിൽ വിപ്ലവകരമായ സമീപനമാണ് യേശു പുലർത്തിയത്.
കൂനിയായ സ്ത്രീ, രക്തസ്രാവക്കാരിയായ സ്ത്രീ, ശമരിയക്കാരി സ്ത്രീ, വ്യഭിചാരക്കുറ്റം ചുമത്തപ്പെട്ട സ്ത്രീ, പരിമള തൈലം പൂശിയ സ്ത്രീ എന്നിവരോടൊപ്പം യേശുവിന്റെ സമീപനം യഹൂദ റാബി സംസ്കാരത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന സ്ത്രീക്കും പുരുഷനും മരണശിക്ഷയോ കല്ലെറിഞ്ഞ് കൊല്ലുകയോ ആയിരുന്നു അന്ന് യഹൂദന്മാർ വിധിച്ചിരുന്നത്. ആ ശിക്ഷാവിധിയിൽ അവർ എല്ലാവരും അടിമപ്പെട്ടുമിരുന്നു. എന്നാൽ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട പുരുഷനെ സ്വതന്ത്രമാക്കിയിട്ട് പരീശന്മാരും ശാസ്ത്രിമാരും സ്ത്രീയെ കുറ്റം ചുമത്തി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ, യോഹന്നാൻ 8:7 എന്ന് യേശുവിന്റെ താക്കീത് അവരെ അസ്വസ്ഥരാക്കി. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി വിട്ടുപോയി. യോഹന്നാൻ 8:9. ആർക്കും സ്ത്രീയെ കുറ്റം വിധിക്കുവാനോ കല്ലെറിയുവാനോ സാധിച്ചില്ല. എല്ലാവരും ന്യായപ്രമാണ പ്രകാരം പാപികളായിരുന്നു. യഹൂദ നിയമത്തിലും ന്യായത്തിലും രണ്ടു തരം സമീപനം വ്യാഖ്യാനം പുലർത്തിയ യഹൂദ നടപടികളെ യേശു ഇതുവഴി ചോദ്യം ചെയ്യുന്നു. സ്ത്രീക്ക് ഒരു നിയമവും പുരുഷന് മറ്റൊരുന്നും. ഇത്തരം ആൺകോയ്മയുടെ അനീതി നിറഞ്ഞ നിയമഘടനയെ യേശു പൊളിച്ചെഴുതുന്നു. സ്ത്രീകളെ കരുണയോടെ സമീപിക്കുവാനും അംഗീകരിക്കുവാനും ശുശ്രൂഷിക്കുവാനും യേശുവിന് കഴിഞ്ഞു. യഹൂദ നിയമ സംവിധാനങ്ങൾക്ക് ഇത്തരം വെല്ലുവിളിയായിരുന്നു അവിടെ നാം കണ്ടത്. യേശുവിൻ്റെ പ്രബോധനങ്ങളിലും വേദ വിശകലനങ്ങളിലും സ്ത്രീകളും സജീവരായിരുന്നു. വേദപുസ്തകങ്ങൾ ബോധപൂർവം സ്ത്രീകൾക്ക് നിഷേധിച്ച കാലത്താണ് യേശു പരിജ്ഞാനത്തിൻ്റെയും വിശകലനങ്ങൾ സ്ത്രീകൾക്ക് പങ്കിട്ടത്. ശമരിയക്കാരിയോടുള്ള സുദീർഘ സംഭാഷണത്തിൽ യേശു മശിഹായാണെന്ന് വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ 4:5-42 വരെയുള്ള വേദഭാഗം. മനുഷ്യരെ ഉയർപ്പിക്കുന്ന സംഭവങ്ങളിലും സ്ത്രീ സാന്നിധ്യമുണ്ട്. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും മത്തായി 9:8-26 വരെ, മർക്കോസ് 5:21-43 വരെ, ലൂക്കോസ് 8:40-56 വരെ. നൈനിലെ വിധവയെ കണ്ട് മനസ്സരിഞ്ഞ് മകനെ ഉയർപ്പിക്കുമ്പോഴും ലൂക്കോസ് 7:11-17 വരെ. ലാസറിനെ ഉയർപ്പിക്കുമ്പോഴും യോഹന്നാൻ 11:1-44 വരെ. സ്ത്രീകളുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുന്നു. കനാന്യ സ്ത്രീയുമായി യേശു വേദശാസ്ത്ര സംവാദത്തിൽ ഏർപ്പെടുന്നുണ്ട്. മത്തായി 15:21-28 വരെയും മർക്കോസ് 7:24-30 വരെയും. ശമരിയക്കാരി സ്ത്രീയോട് ഞാൻ മശിഹായാണെന്ന് വെളിപ്പെടുത്തിയതെങ്കിൽ മാർത്തയോട് ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടതിന്റെ പ്രഥമ സാക്ഷ്യവും സ്ത്രീയാണ് നൽകുന്നത്. മഗ്ദലനക്കാരി മറിയ എന്ന് യോഹന്നാൻ 20:18 പറയുന്നുണ്ട്. വേദ പരിജ്ഞാനത്തിന്റെ ശാസ്ത്രീയ വിശകലനങ്ങൾ ഉൾക്കൊള്ളുവാൻ സ്ത്രീകൾക്ക് പ്രാപ്യതയും കഴിവും ഉണ്ടെന്ന് യേശു മനസ്സിലാക്കുകയും അതിന് പ്രകാരം സ്ത്രീകളെ പ്രബോധിപ്പിക്കുകയും ചെയ്തു. വേദ പ്രബോധന ശുശ്രൂഷകളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് യേശു വെളിപ്പെടുത്തുന്നു. ജ്ഞാനത്തിന്റെ പുത്തൻ മുഖം പുരുഷന്മാരോടൊപ്പം സ്ത്രീകളെ യേശു അഭ്യസിപ്പിച്ചു. അതിനാൽ സ്ത്രീകളായ ശിഷ്യഗണവും യേശുവിനെ പിന്തുടർന്നു. യേശുവിനെ അനുഗമിച്ച നിരവധി സ്ത്രീകൾ പരസ്യ ശുശ്രൂഷയിൽ പങ്കുചേർന്നു. എന്നാൽ സ്ത്രീ വിരുദ്ധ പ്രസ്താവനയോ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ കാഴ്ചപ്പാടാണ് യേശു പങ്കിടുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. സ്ത്രീ വിരുദ്ധ പ്രസ്താവനകളോ നിഷേധ പരാമർശനങ്ങളോ യേശു നടത്തിയിട്ടില്ല. സ്ത്രീകൾക്ക് യേശു നൽകിയ സുരക്ഷിതത്വത്തിന്റെ അടയാളം വിമോചനത്തിന്റെ മാതൃക പകരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. സഭ വഴി ലഭിക്കേണ്ട സ്വാതന്ത്ര്യം അഥവാ രക്ഷയുടെ അനുഭവം ആസ്പദമാക്കി പുരുഷന് സ്ത്രീയേക്കാൾ മേന്മയില്ല, സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ കുറവുമില്ല. എന്നാൽ പ്രകൃതിദത്തമായ സ്ത്രീ പുരുഷ വ്യത്യാസം അവർ തമ്മിലുണ്ട്. അത് അവർക്ക് ക്രിസ്തുവിലൂടെ സമത്വത്തെ ഹനിക്കുന്നില്ല.
ഇതാണ് ഗലാത്യർ 3:21 മുതൽ 28 വരെ പൗലോസ് ശ്ലീഹ ഉറപ്പിച്ചു പറയുന്നത് എന്ന് ഫാദർ ഡോക്ടർ VC ശാമുവേൽ വ്യക്തമാക്കുന്നു. യേശുവിൽ ആരംഭിച്ച തുല്യതയുടെ ശിഷ്യത്വം വ്യാപിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ബോധപൂർവമായ ശ്രമങ്ങൾ എല്ലാ തലങ്ങളിലും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ലിംഗനീതി സമൂഹത്തിൽ യാഥാർത്ഥ്യമാകൂ. യേശുവിൻ്റെ നസറേത്ത് വിളംബരം സകല മനുഷ്യരുടെയും സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന വിമോചന സന്ദേശമാണ്. അതിശയത്വവും ആൺകോയ്മയും ലിംഗ അസമത്വവും നിറഞ്ഞ സാമൂഹിക ജ്ഞാന മണ്ഡലത്തെ യേശു വേദവായനയിലൂടെ പുനർരചിച്ചു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. സ്ത്രീ സമത്വത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വേദപുസ്തകങ്ങളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ധരിച്ചത്. അത് മനസ്സിലാക്കി സമത്വം ഈ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി നാം ഓരോരുത്തരും ദൈവത്തിൽ ആശ്രയിച്ച് ഈക്വാലിറ്റി നൽകുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.